മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കർമ്മപ്രിയനും കർമ്മഫലപ്രദായിയുമായ ശനി വർഷം 2025 ജൂലൈ 13 മീനം രാശിയിൽ തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ വക്രഗതിയിലാകുന്നതായിരിക്കും. അതായത് റീട്രോഗ്രേഡ് ആകുന്നതായിരിക്കും. ഇങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് 2025 ഒക്ടോബർ 3 ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 4ാം പാദത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതുമായിരിക്കും. ജൂലൈ 13 മുതൽ നവംബർ 28 വരെ ഏകദേശം 138 ദിവസത്തോളം ശനി റീട്രോഗ്രേഡായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. സൂര്യനും ശനിയും തമ്മിലുള്ള ദൂരം 120 ഡിഗ്രിയിൽ കൂടുമ്പോഴാണ് ശനി റീട്രോഗ്രേഡ് ആകുന്നത്. അതുപോലെ പിന്നീട് സൂര്യനും ശനിയും തമ്മിലുള്ള ദൂരം 120 ഡിഗ്രിയിൽ കുറയുമ്പോൾ ശനി നേരെ, അതായത് ഡയറക്റ്റ് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു എന്നുമാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാ വർഷവും ഏകദേശം ഈ സമയത്തോടടുപ്പിച്ച് ശനി വക്രഗതിയിലാകുന്നതാണ്. അതും ഏകദേശം 140 ദിവസത്തോളം. ശനിയുടെ ഈ സഞ്ചാരമാറ്റം ധനുരാശിക്കാരിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ശനി നിങ്ങളുടെ 2ഉം 3ഉം ഭാവങ്ങളുടെ അധിപനാണ്. നിൽക്കുന്നതും വക്രഗതിയിലാകുന്നതും 4ാം ഭാവമായ മീനം രാശിയിലാണ്. 4ൽ ശനി നിൽക്കുന്നതിൻ്റെ അർത്ഥം ഇപ്പോൾ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ശനിയുടെ അംശബലം വർദ്ധിച്ചിരിക്കുന്നതിനാലും നിൽക്കുന്നത് സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലായതിനാലും കണ്ടകശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ അനുഭവപ്പെടുന്നതല്ലായിരിക്കും. 4ാം ഭാവം സുഖസ്ഥാനമാണ്. ഭൂമി, ഭവനം, പ്രോപ്പർട്ടി, വാഹനം, മാതാവ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്രസ്ഥാനമാണിത്. ഇവിടെ ശനി പൊതുവെ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. വളരെ കാലമായി വിൽക്കാൻ ആഗ്രഹിക്കുന്നതും വിൽക്കാൻ സാധിക്കാതെ പോയതുമായ ഏതെങ്കിലും പ്രോപ്പർട്ടി ഈ സമയത്ത് വിൽക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ പ്രോപ്പർട്ടികളിൽ കോർട്ട് കേസുകളോ ഡിസ്പ്യൂട്ടുകളോ മറ്റും ഉണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നതുമായിരിക്കും. ഈ സമയത്ത് പുതിയ വാഹനം, ഭവനം എന്നിവ വാങ്ങുവാനും സാധ്യതകളുണ്ട്. പ്രോപ്പർട്ടി ഡീലിംഗ്, റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ, സ്റ്റീൽ, ഹാർഡ്വെയർ, പെയിൻറ്റ് എന്നീ വക ഫീൽഡിലുള്ളവർക്ക് ലാഭസ്ഥിതികളിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും. വീട്ടിലേക്ക് ആർഭാട വസ്തുക്കൾ, ആഭരണങ്ങൾ എന്നിവ വാങ്ങുവാനും യോഗമുണ്ടാകുന്നതായിരിക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അവരുടെ മേൽ എന്തെങ്കിലും ആരോപണങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. ഈ സമയത്ത് മാതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും. ശനി 2ാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ. ധനസ്ഥാനാധിപൻ സുഖസ്ഥാനത്ത് നിൽക്കുന്നത് സാമ്പത്തികപരമായ സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും. നേരത്തെ ചെയ്തിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് ലഭിക്കുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു കർക്കശത വരാനിടയുണ്ട്. ഇത് കാരണം ചിലപ്പോൾ കുടുംബത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാനും സാധ്യതകളുണ്ട്. ക്രോധത്തിൽ കൺട്രോൾ ചെയ്ത് സൗമ്യതയോടെ പെരുമാറുന്ന പക്ഷം ഈ വക പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ശനി 3ാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ. ഈ സമയത്ത് ഹ്രസ്വദൂര യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും.
ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും. ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ശനിയുടെ 3-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 6-ാം ഭാവത്തിലാണ്. ശനിയുടെ ദൃഷ്ടി 6-ൽ പതിക്കുന്നത് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. 6-ാം ഭാവം രോഗം, ഋണം, ശത്രു, തൊഴിൽ, കോർട്ട് കേസുകൾ, കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ എന്നിവയുമായിട്ടെല്ലാമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. കടബാധ്യതകളുള്ളവർ അത് എങ്ങനെ കൊടുത്തു തീർക്കുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും അതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതുമായിരിക്കും. ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരും കോമ്പറ്റീറ്റേഴ്സും മറ്റും നിങ്ങൾക്ക് ഹാനികൾ വരുത്താൻ ശ്രമിക്കുമെങ്കിലും അവരതിൽ പരാജയപ്പെടുന്നതായിരിക്കും. ഡോക്ടർ, വക്കീൽ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, എൻജിനീയേഴ്സ്, ആർക്കിടെക്റ്റ്, കൺസൾട്ടൻറ്റ് എന്നീ ഫീൽഡിലുള്ളവർക്ക് ഈ സമയത്ത് നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. സ്റ്റേഷനറി, ബേക്കറി മാതിരി ചെറിയ കച്ചവടങ്ങളും മറ്റ് സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവരുടെ ദൈനംദിന വരുമാനത്തിൽ നല്ല വർധന ഉണ്ടാകുന്നതായിരിക്കും. കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കും മറ്റും തയ്യാറെടുക്കുന്നവർക്ക് അതിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. കോർട്ട് കേസുകളുണ്ടെങ്കിൽ അതിൽ തീരുമാനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ശനിയുടെ 7-ാം ദൃഷ്ടി പതിക്കുന്നത് 10-ാം ഭാവത്തിലാണ്. ഈ സമയത്ത് ഓഫീസിൽ എല്ലാവരോടും കോപ്പറേറ്റ് ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും. ആരുമായും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. കഴിയുന്നതും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ സ്വന്തം കാര്യം ചെയ്തു തീർക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. കർമ്മമേഖലയിൽ ചില അനുകൂല പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ശനിയുടെ 10-ാം ദൃഷ്ടി നിങ്ങളുടെ 1-ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഇവിടെ ഗുരുവിൻ്റെ 7-ാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ആത്മധൈര്യത്തിലും നല്ല വർധനമുണ്ടാകുന്നതായിരിക്കും. ഇതാണ് ശനി വക്രഗതിയിലാകുമ്പോൾ ധനുരാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ. കൂടുതൽ ശനിപ്രീതി ലഭിക്കുന്നതിനായി നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും നല്ലതായിരിക്കും. അതുപോലെ ഹനുമാൻ സ്വാമിയുടെയും ശാസ്താവിൻ്റെയും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതും അവിടെ വഴിപാടുകളും മറ്റും നടത്തുന്നതും ശനിപ്രീതി ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. അവശതയുള്ളവർക്കും അർഹതയുള്ളവർക്കും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നത് ശുഭകരമായിരിക്കും. അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ, മത്സ്യമാംസാദികൾ എന്നിവ ഒഴിവാക്കുന്നതും നല്ലതാണ്. ഈ സമയത്ത് ആരെയും വഞ്ചിക്കുവാനും പാടില്ല. എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ചെയ്യുന്നത് കൂടുതൽ പോസിറ്റീവ് ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.